ഹായ് ഓൾ, എല്ലാവർക്കും ടേൺ ടു സക്സസ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പുതിയൊരു കറണ്ട് അഫെയർ സീരീസ് ആരംഭിക്കുകയാണ്. നമ്മൾ മന്ത്ലി കറണ്ട് അഫെയർ 2025 ജനുവരി തൊട്ടുള്ള മന്ത്ലി കറണ്ട് അഫെയർസാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ആദ്യത്തെ പാർട്ടാണ് 2025 ജനുവരിയിലെ ആദ്യത്തെ പാർട്ട് വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യുക, വീഡിയോയിലോട്ട് പോകാം. അത് തന്നെ ഹരിവരാസനം പുരസ്കാരം 2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ചതായിരിക്കാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ്. ആരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. അതുപോലെ തന്നെ എത്രാമത് പുരസ്കാരം എന്ന് ഓർത്തിരിക്കുക, എത്രാമതാണ്? 14ാമത് പുരസ്കാരമാണ്. 14ാമത് പുരസ്കാരമാണ്. 13ാമത് പുരസ്കാരം 2024 ലഭിച്ചായിരുന്നു PK വീരമണിദാസനാണ്. 2023 ശ്രീകുമാരൻ തമ്പിയാണ്. 2022 ആലപ്പി രംഗനാഥ്. പഠിച്ചു നോക്കുക. 2025 കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, 2024 PK വീരമണിദാസൻ, 2023 ശ്രീകുമാരൻ തമ്പി, 2022 ആലപ്പി രംഗനാഥ്. അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സമ്മാനത്തുക 1,00,000 രൂപയാണ്. 1,00,000 രൂപയാണ് ഏറ്റവും സമ്മാനത്തുകയുള്ള കേരളത്തിൽ ലഭിക്കുന്ന ഏറ്റവും മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരം എന്ന് പറഞ്ഞാൽ ഏതാണ്? എഴുത്തച്ഛൻ പുരസ്കാരം ആണല്ലേ. അതിൻ്റെ സമ്മാനത്തുക എത്രയാണ്? 5,00,000 രൂപയാണ്. ഇതിൻ്റെ സമ്മാനത്തുക എത്രയാണ്? 1,00,000 രൂപയാണ്. ഈ പുരസ്കാരം ആരംഭിച്ചത് 2012 എപ്പോഴാണ് ആരംഭിച്ചത്? 2012 പുരസ്കാരം നൽകുന്നത് കേരള ഗവൺമെൻറ്റും തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമാണ്. കേരള ഗവൺമെൻറ്റും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൂടി നൽകുന്ന പുരസ്കാരമാണ് ഇത് ഹരിവരാസനം പുരസ്കാരം. ഓക്കെ, അതുപോലെ തന്നെ ആദ്യ ജേതാവാണ് ആര്? കെ ജെ യേശുദാസ്. ആരാണ്? കെ ജെ യേശുദാസ് ആണ്. കെ യേശുദാസ് ആണ് കൊടുത്തിട്ടുള്ളത്. കെ ജെ യേശുദാസ് എന്ന് നോക്കി, ആരാണ്? കെ ജെ യേശുദാസ് ആണ്. അതുപോലെ ആദ്യ വനിത ആരാണ്? KS ചിത്രയാണ്. ആരാണ്? KS ചിത്രയാണ്. ഈ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത എന്ന് പറഞ്ഞാൽ KS ചിത്രയാണ്. 2018 KS ചിത്രയ്ക്ക് ഈ പറഞ്ഞ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നമ്മുടെ 63ാമത് സ്കൂൾ കലോത്സവമാണ് അല്ലേ. 2025 അല്ലേ, 2025 നടന്നത്. 2024-25 അധ്യയന വർഷത്തെ എന്താണ് ആ ഒരു വർഷം വരുന്ന സ്കൂൾ കലോത്സവമാണ് 63ാമത്. എത്രാമതാണ്? 63ാമതാണ്. അതിൻ്റെ വേദി എവിടെയായിരുന്നു? തിരുവനന്തപുരത്തായിരുന്നു. വേദി എവിടെയായിരുന്നു? തിരുവനന്തപുരത്തായിരുന്നു. അതിൽ വിജയ് ആരാണ്? തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂർ ജില്ലയാണ്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് തൃശ്ശൂർ എന്ത് ചെയ്യുന്നത്? സ്കൂൾ കലോത്സവത്തിൽ എന്ത് ചെയ്യുന്നത്? വിന്നർ ആവുന്നത് അല്ലേ. 2ാം സ്ഥാനം പാലക്കാടാണ്. 2ാം സ്ഥാനം പാലക്കാട്. അപ്പോൾ വിജയ് തൃശ്ശൂരാണ്, 2ാം സ്ഥാനം പാലക്കാടാണ്. വേദി ചോദിച്ചാൽ തിരുവനന്തപുരത്താണ് അല്ലേ. അപ്പോൾ ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ, ഈ പറഞ്ഞ സ്കൂൾ കലോത്സവത്തിൽ ആദ്യമായിട്ടാണ് ഈ കുറച്ച് ഗോത്ര നൃത്തരൂപങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഗോത്ര നൃത്തരൂപങ്ങൾ ഏതൊക്കെയാണെന്ന് PSC ചോദിക്കും. ഏതൊക്കെയാണ്? മംഗലം കളി, പണിയ നൃത്തം, പാലിയ നൃത്തം, മലയപ്പുല ആട്ടം, ഇരുള നൃത്തം. ഓർത്തിരിക്കാം. മംഗലം കളി, പണിയ നൃത്തം, പാലിയ നൃത്തം, മലയപ്പുലിയ ആട്ടം, ഇരുള നൃത്തം. അതുപോലെ തന്നെ ഈ ഒരു സ്കൂൾ കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് പ്രധാന വേദിയുടെ പേരെന്താണ്? MT അല്ലെ. നമ്മൾ MT വാസുദേവൻ നായർ ഓർമ്മക്കേട്. അദ്ദേഹം അന്തരിക്കുന്നത് ആ വേദി ആദ്യം വേദിൻ്റെ പേര് മറ്റൊന്നായിരുന്നു. പിന്നീട് 2024 ഡിസംബർ 25 ആര് മരിക്കുന്നത്? MT വാസുദേവൻ നായർ അന്തരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനുള്ള ആദരസൂചകമായിട്ട് പ്രധാന വേദിയുടെ പേര് MT നിള. ഏതാണ്? MT നിള എന്നുള്ള പേരാണ്. നമുക്കറിയാം അല്ലേ. നിളയുടെ എന്താണ്? നിളയുടെ കലാകാരനാണ് ആര്? MT എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരാണ്. നിളയുടെ കഥാകാരനാണ് MT അല്ലെ. നിളയുടെ കവി എന്നറിയപ്പെടുന്ന P കുഞ്ഞിരാമൻ നായരാണ്. ഓക്കെ, അതൊന്നും ഓർത്തിരിക്കുക. അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ട് നമ്മൾ 64ാമത് സ്കൂൾ കലോത്സവത്തിൻ്റെ വേദിയും കൂടി എന്ത് ചെയ്ത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതെവിടെയാണ് നടക്കുക? തൃശ്ശൂരാണ്. എവിടെയാണ്? കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള തൃശ്ശൂരാണ് 64ാമത് സ്കൂൾ കലോത്സവം നടക്കുന്നത്. അതൊന്ന് ഓർത്തിരിക്കുക. ഇതിൻ്റെ കൂടെ തന്നെ എന്താണ് ഈ വർഷത്തെ 2025-26 അധ്യയന വർഷത്തെ സ്കൂൾ ഒളിമ്പിക്സ് അല്ലെങ്കിൽ സ്കൂൾ കായിക മത്സരം അല്ലേ, സംസ്ഥാന സ്കൂൾ കായിക മത്സരത്തിൻ്റെ വേദി അല്ലെങ്കിൽ സ്കൂൾ ഒളിമ്പിക്സിൻ്റെ വേദി എന്ന് പറഞ്ഞാൽ എവിടെയാണ്? അത് തിരുവനന്തപുരം ജില്ലയിലാണ്. ടെക്നിക്കൽ സ്കൂൾ കലോത്സവ വേദി എവിടെയാണ്? എവിടെയാണ്? വയനാട് ജില്ലയിലാണ്. സ്പെഷ്യൽ സ്കൂൾ കലോത്സവ വേദി മലപ്പുറം ജില്ലയിലാണ്. എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് ഇടുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ഓഫ് ക്വസ്റ്റ്യൻ കൂടിയാണ് ഇത്. പ്രവാസി ഭാരതീയ ദിവസം അല്ലേ. നമുക്കറിയാം എപ്പോഴാണ് പ്രവാസി ഭാരതീയ ദിവസം? ജനുവരി 9 നമുക്കറിയാം അല്ലേ. അതായത് ഈ 2025 എത്രാമതായിരുന്നു? 18ാമത് പ്രവാസി ഭാരതീയ ദിവസിൻ്റെ വേദി എവിടെയായിരുന്നു? അത് ഭുവനേശ്വറാണ്. ഒഡീഷയിലെ ഭുവനേശ്വറാണ്. എവിടെയാണ്? ഒഡീഷയിലെ ഭുവനേശ്വറാണ്. ഓർത്തിരിക്കുക. അതുപോലെ തന്നെ 2025 പ്രമേയമാണിത്. വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവനകൾ. അതുപോലെ തന്നെ 2024 പ്രമേയം എന്താണ്? പ്രവാസികൾ
അമൃത് കാൽ ഇന്ത്യയുടെ പുരോഗതിക്ക് വിശ്വസനീയമായ പങ്കാളികൾ. എന്താണ് 2025 പ്രമേയം? വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവനകൾ. അതുപോലെ തന്നെ 2024 പ്രമേയം എന്താണ്? പ്രവാസികൾ അമൃത് കാലിൽ ഇന്ത്യയുടെ പുരോഗതിക്ക് വിശ്വസനീയമായ പങ്കാളികൾ. അതുപോലെ തന്നെ ഈ ഒരു പ്രവാസി ഭാരതീയ ദിവസവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരം നൽകാറുണ്ട്. അങ്ങനെ ഈ 2025 പുരസ്കാരം ലഭിച്ചവരുടെ എണ്ണം എത്രയാണ്? ലഭിച്ചത് ആകെ 27 പേർക്കാണ്. 27 പേരിൽ എന്താണ് 25 വ്യക്തികളും 2 സംഘടനകളുമാണ് ഉൾപ്പെടെ. 25 വ്യക്തികളും 2 സംഘടനകളടക്കം 27 പേർക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. എന്താണ് അതിനു മുമ്പ് ആ പുരസ്കാരത്തിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഓർക്കുക. ഈ ഒരു ഈ പുരസ്കാര ജേതാവും കൂടിയാണ് ഇദ്ദേഹം. എന്താണ് ഈ ഒരു പ്രവാസി ഭാരതീയ ദിവസത്തിൽ ഇന്ത്യയുടെ വിശിഷ്ടാതിഥി അല്ലെ മുഖ്യ അതിഥി ആയിരുന്നു ക്രിസ്റ്റിൻ കാർല കാങ്കലു ആണ്. ആരാണ്? ക്രിസ്റ്റിൻ കാർല കാങ്കലു. അതായത് ട്രിനിഡാഡ് ടുബാഗോയുടെ പ്രസിഡന്റാണ്. ഏത് രാജ്യത്തിൻ്റെയാണ്? ട്രിനിഡാഡ് ടുബാഗോയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ക്രിസ്റ്റിൻ കാർല കാങ്കലു ആണ് ഈ ഒരു വിശിഷ്ടാതിഥിയായിട്ട് മുഖ്യാതിഥിയായിട്ട് ഉണ്ടായിരുന്നത് അല്ലേ. നമുക്കറിയാം ഏതാണ് ഈ പറഞ്ഞ ഈ പറഞ്ഞ ഏതാണ് റിപ്പബ്ലിക് ദിനത്തിന്റെ റിപ്പബ്ലിക് ദിനം 2025 ജനുവരി 26 അല്ലെ. റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യാതിഥി ആയിരുന്നു ആര്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആരാണ്? സുബിയാന്തോ പ്രഭാവോ അല്ലെ. അതായത് ഇന്തോനേഷ്യന്റെ പ്രസിഡന്റാണ്. പക്ഷെ പ്രവാസി ഭാരതീയ ദിവസത്തിന്റെ വിശിഷ്ടാതിഥി ആരായിരുന്നു ചോദിച്ചാലാണത്? ക്രിസ്റ്റിൻ കാർല കാങ്കുലു ആണ്. ട്രിനിഡാഡ് ടുബാഗോ പ്രസിഡന്റാണ്. ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഏത് വിഭാഗത്തിലാണ്? പൊതുസേവന വിഭാഗത്തിലാണ് കാങ്കുലുവിന് എന്ത് ചെയ്ത് ഈ പുരസ്കാരം ലഭിച്ചത്? ഏത് വിഭാഗത്തിലാണ്? പൊതുസേവന വിഭാഗത്തിലാണ്. അതുപോലെ തന്നെ ഈ ഒരു 25 വ്യക്തികളിൽ ഒരു മലയാളിയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആ മലയാളിയാണ് ആര്? രാമകൃഷ്ണൻ ശിവസ്വാമി. എന്താണ്? പ്രവാസി മലയാളിയായിട്ടുള്ള ആരാണ്? രാമകൃഷ്ണൻ ശിവസ്വാമി. കൊല്ലം സ്വദേശിയാണ് അദ്ദേഹം. അതായത് ട്രാൻസ് വേൾഡ് ഗ്രൂപ്പിന്റെ ചെയർമാനാണ് ആര്? ആരാണ്? രാമകൃഷ്ണൻ ശിവസ്വാമിയാണ്. ഓക്കെ. അതുപോലെ പുരസ്കാരം നമ്മൾ 25 വ്യക്തികൾക്കും 2 സംഘടനകൾക്കാണ് ഈ പുരസ്കാരം ലഭിച്ചതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൽ പുരസ്കാരം ലഭിച്ച സംഘടനയാണ് ഇത് ഹിന്ദുസ്ഥാനി സമാജ്. സംഘടനയുടെ പേരെന്താണ്? ഹിന്ദുസ്ഥാനി സമാജ് ആണ്. അതായത് റഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള ഇന്ത്യൻ സംഘടനയാണ് ഇത് ഹിന്ദുസ്ഥാനി സമാജ്. ആ സംഘടനയ്ക്ക് ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സരസ്വതി വിദ്യാനികേതൻ, ഗയാനയിലുള്ള സരസ്വതി വിദ്യാനികേതൻ, അങ്ങനെ ഈ 2 സംഘടനകൾ ഓർത്തിരിക്കുക. ഹിന്ദുസ്ഥാനി സമാജും അതുപോലെ തന്നെ സരസ്വതി വിദ്യാനികേതനും ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ അടുത്തത് ഈ പ്രവാസി ഭാരതീയ ദിവസം നമുക്കറിയാം ജനുവരി 9 ആണ് അല്ലേ. ഇത് ആചരിക്കാൻ തുടങ്ങി ഏത് വർഷം തൊട്ടാണ്? 2003 തൊട്ടാണ്. ഏത് വർഷം തൊട്ടാണ്? 2003 തൊട്ടാണ്. എന്തിൻ്റെ ഓർമ്മക്കായിട്ടാണ്? നമുക്കറിയാം എന്താണ് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയതിൻ്റെ ഓർമ്മയ്ക്കാണ് അല്ലേ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത്. എപ്പോഴാണെന്ന് വെച്ചാൽ എപ്പോഴാണ്? 1915 ജനുവരി 9 1915 ജനുവരി 9 അതുകൊണ്ടാണ് ജനുവരി 9 2003 മുതൽ ദേശീയ പ്രവാസി ഭാരതീയ ദിവസമായിട്ട് എന്ത് ചെയ്യുന്നത്? ആചരിക്കുന്നത്. ഓർത്തിരിക്കുക. ഓക്കെ. 1915 ജനുവരി 9 ഓർത്തിരിക്കുക. ഓക്കെ. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പഠിക്കേണ്ട കുറച്ച് ഫാക്റ്റാണ്. ഏറ്റവും കൂടുതൽ പ്രവാസി വരുമാനമുള്ള രാജ്യം ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? ഇന്ത്യയാണ് അല്ലേ. ഏറ്റവും കൂടുതൽ പ്രവാസി വരുമാനമുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. രണ്ടാമത് മെക്സിക്കോ ആണ്. മൂന്നാമത് ചൈനയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രവാസി വരുമാനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചതാണ് മഹാരാഷ്ട്രയാണ്. അതിൽ 2ാം സ്ഥാനത്താണ് ആര് വരിക? കേരളം വരിക. അതിൽ 2ാം സ്ഥാനത്താണ് ആര് വരിക? കേരളം വരിക. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രവാസികളിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര. 2ാം സ്ഥാനത്താരാണ്? നമ്മുടെ കേരളമാണ് അല്ലേ. 2ാം സ്ഥാനത്ത് നമ്മുടെ കേരളമാണ്. അടുത്തൊരു എക്സാമിന് ചോദിക്കാൻ ഒരു ഏകദേശം ഷുവറായിട്ടും വരുന്ന എക്സാമുകൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2025 200ാം ജന്മവാർഷികം ആഘോഷിക്കുന്ന നവോത്ഥാന നായകൻ ആരാണ്? നവോത്ഥാന നായകൻ ആരാണ്? ആദ്യത്തെ ഓപ്ഷൻ ചട്ടമ്പിസ്വാമി അല്ലേ. ചട്ടമ്പിസ്വാമി നമുക്കറിയാം. ചട്ടമ്പിസ്വാമി ജനിച്ചത് 200ാം ജന്മവാർഷികം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. എന്താണ് 200ാം ജന്മവാർഷികം എന്ന് പറയുമ്പോൾ അദ്ദേഹം ജനിച്ച വർഷം ഏതാണ്? 1825 ആണ്. 1825 അപ്പോൾ ചട്ടമ്പിസ്വാമി ജനിച്ച വർഷം നമുക്കറിയാം 1853 ഓഗസ്റ്റ് 25 അല്ലേ. അതുപോലെ തന്നെ വൈകുണ്ഠസ്വാമി നമ്മൾ പഠിച്ചിട്ടുണ്ട്. വൈകുണ്ഠസ്വാമികൾ ജനിച്ചപ്പോഴാണ് ഒന്ന് പറഞ്ഞേ. 1809 മാർച്ച് 12 1809 മാർച്ച് 12 ഇതിൽ പൊതുവെ ആറാട്ടുപുഴ വേലായുധ പണിക്കരായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക ചിലപ്പോൾ എന്താണ് അറിയാത്ത ഇത്. അത് അവിടെ നിൽക്കട്ടെ. തൈക്കാടയ്യ ഏതാണ്? തൈക്കാടയ്യ 1814 നമുക്കറിയാം. 1814 ജനിച്ചിട്ട് 1909 ആര് മരിക്കുന്നത്? തൈക്കാടയ്യ നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇവർ മൂന്നുമല്ല. അപ്പോൾ ഇതിൽ ആരാണ് ആൻസർ ആവാൻ സാധ്യതയുള്ള ഒരു പേര്? ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സ് നോക്കുന്ന സമയത്ത് ഉത്തരം വരികയാണ് ആറാട്ടുപുഴ
ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹം ജനിക്കുന്നത് 1825 കറക്റ്റ് ഡേറ്റ് ഒന്നും ശരിക്കും അറിയില്ല, ആ ഒരു ടൈമിലായതുകൊണ്ടല്ലേ 1825 അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ 200ാം ജന്മവാർഷികമാണ് ഇത് 2025. അതുപോലെ തന്നെ ഇതിൽ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. അദ്ദേഹം മരിച്ചത് 1874 ജനുവരിയിലാണ്. 1874 ജനുവരി ആകുമ്പോൾ 2024 അദ്ദേഹത്തിന് 150ാം ചരമവാർഷികം കൂടിയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ 2024 ഏത് നവോത്ഥാന നായകന്റെ 150ാം ചരമവാർഷികം എന്ന് ചോദിച്ചാലും ആരാണ് ഉത്തരം വരിക? ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. ഓക്കെ അല്ലേ? അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത് അല്ലെ? കേരള നവോത്ഥാനത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് ആര്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അതുപോലെ തന്നെ അദ്ദേഹത്തിന് മറ്റൊരു പേരുണ്ട്, മംഗലം വേലായുധ പെരുമാൾ അല്ലെ? മംഗലം വേലായുധ പെരുമാൾ. അതുപോലെ തന്നെ എന്താണ് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സമരങ്ങൾ PSC ചോദിക്കാറുണ്ട്. അച്ചിപ്പുടവ സമരം 1866, മുക്കുത്തി വിളംബരം 1860, ഏത്താപ്പ് സമരം 1859. ഇത് മൂന്നൊന്നും കൊടുത്തിരിക്കുക. അച്ചിപ്പുടവ സമരം, മുക്കുത്തി സമരം, ഏത്താപ്പ് സമരം, ഇവയൊക്കെയായിട്ട് ബന്ധപ്പെട്ട വ്യക്തി ആരാന്ന് ചോദിച്ചാലാണത് അത് കണ്ണടച്ച് ഉത്തരം പറയാനാണ്. അത് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. അച്ചിപ്പുടവ സമരം, മുക്കുത്തി സമരം, ഏത്താപ്പ് സമരം, ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആറാട്ടുപുഴ വേലായുധ പണിക്കറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ? അടുത്ത നമുക്ക് 2025 ജനുവരിയിൽ ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നതാണ് നമ്മുടെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം അല്ലെ? ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം 2025 അല്ലെ? എത്രാമത്തെയാണ്? 82ാമത് പുരസ്കാരമാണല്ലോ പ്രഖ്യാപിച്ചത്. എത്രാമതാണ്? 82ാമത് പുരസ്കാരമാണ് ജനുവരിയിൽ പ്രഖ്യാപിച്ചത്. അപ്പൊ അതിൽ മികച്ച ചിത്രം ഒന്ന് ഓർത്തിരിക്കുക, ദി ബ്രൂട്ടലിസ്റ്റ് ആണ്. മികച്ച ചിത്രം ഏതാണ്? ദി ബ്രൂട്ടലിസ്റ്റ് ആണ്. അതുപോലെ മികച്ച സംവിധായകൻ എന്ന് പറഞ്ഞാൽ ദി ബ്രൂട്ടലിസ്റ്റ് സംവിധാനം ചെയ്താരാണ്? ബ്രാഡി കോർബറ്റ് ആണ്. ആരാണ്? ബ്രാഡി കോർബറ്റ് ആണ്. അതുപോലെ മികച്ച നടൻ അല്ലെ? ഡ്രാമ വിഭാഗമാണ് നമ്മൾ പൊതുവെ PSC ചോദിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഡ്രാമ വിഭാഗം പഠിക്കുന്നത്. മികച്ച നടൻ ആരാണ്? ഏഡ്രിയൻ ബ്രോഡിയാണ്. ആരാണ്? ഏഡ്രിയൻ ബ്രോഡി. ബ്രൂട്ടലിസ്റ്റിലെ നായകനായിട്ടുള്ള എന്താണ്? ഏഡ്രിയൻ ബ്രോഡിയാണ്. മികച്ച നടി എന്ന് പറഞ്ഞാലാണ് ഫെർണാണ്ട ടോറസ് ആണ്. ആരാണ്? ഫെർണാണ്ട ടോറസ് ആണ്. സിനിമ ഏതാണ്? ഐ ആം സ്റ്റിൽ ഹിയർ. ഐ ആം സ്റ്റിൽ ഹിയർ. അതുപോലെ തന്നെ മികച്ച വിദേശ ഭാഷാ ചിത്രം ചോദിച്ചതാണ് എമിലിയ പെരേസ് ആണ്. പെരേസ് ആണ്. അതുപോലെ തന്നെ ഈ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിനുള്ള ഇന്ത്യൻ നോമിനേഷൻ ആയിരുന്നു ഇത് ഓൾ വി ഇമാജിനസ് ലൈറ്റ് അല്ലെ? നമുക്കറിയാം കാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് അവാർഡ് കിട്ടിയ സിനിമയാണ് ഇത് ഓൾ വി ഇമാജിനസ് ലൈറ്റ്. ആരുടെ സിനിമയാണ്? ആരാ സംവിധാനം ചെയ്തത്? പായൽ കപാഡിയാണ് അല്ലെ? പായൽ കപാഡിയുടെ സിനിമയാണ് ഇത് ഓൾ വി ഇമാജിനസ് ലൈറ്റ്. ഓർത്തിരിക്കുക, ഇന്ത്യൻ നോമിനേഷൻ ഏതായിരുന്നു? ഓൾ വി ഇമാജിനസ് ലൈറ്റ്. ഓക്കെ. അതുപോലെ തന്നെ ഈ ഒരു പുരസ്കാരം പഠിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? തൊട്ട് മുമ്പത്തെ വർഷം 81ാമത്, ഇപ്പൊ 82ാമതാണ് നമ്മൾ ഈ ഒരു 2025 ജനുവരി വെച്ച് പഠിച്ചത്. അതുപോലെ തന്നെ 81ാമതും കൂടി ഒന്ന് പഠിച്ചു നോക്കാം. 81ാമത് അല്ലെ? അതായത് മികച്ച സിനിമ ഏതായിരുന്നു? ഓപ്പൺ ഹൈമർ ആയിരുന്നു. ഓപ്പൺ ഹൈമർ ആയിരുന്നു. അതുപോലെ അതിന്റെ സംവിധായകനായിരുന്നു ക്രിസ്റ്റഫർ നോളൻ ആണ്. മികച്ച ക്രിസ്റ്റഫർ നോളൻ ഓർത്തിരിക്കുക. ഓപ്പൺ ഹൈമർ ക്രിസ്റ്റഫർ നോളൻ അല്ലെ സംവിധായകൻ. ഓക്കെ. മികച്ച നടി ഈ ഓപ്പൺ ഹൈമർ നായകനായിട്ടുള്ള, മികച്ച നടൻ ഓപ്പൺ ഹൈമർ നായകനായിട്ടുള്ള കിലിയൻ മർഫിയാണ്. മികച്ച നടി ആരായിരുന്നു? ലില്ലി ഗ്ലാഡ്സ്റ്റോൺ ആണ് അല്ലെ? ഗ്ലാഡ്സ്റ്റോൺ എന്താണ്? കില്ലേഴ്സ് ഓഫ് ദി ഫ്ലവർ മൂൺ അല്ലെ? ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ അന്യ ഭാഷാ ചിത്രം ഏതാണ്? അനാട്ടമി ഓഫ് എ ഫാൾ. അനാട്ടമി ഓഫ് എ ഫാൾ അതാണ് ഫ്രാൻസ് എന്നുള്ള ഏതാണ്? ഫ്രഞ്ച് ഭാഷയാണ് അല്ലെ? ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കാം. അടുത്ത 2025 ജനുവരി 4-ന് 2025 ജനുവരി 4-ന് അന്തരിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു പേരാണ് ഇത്. അന്തരിച്ച ഒരു വ്യക്തിയാണ് ഇത് ആർ ചിദംബരം. ആ പേരൊന്ന് ഓർത്തിരിക്കുക, രാജഗോപാല ചിദംബരം. എന്താണ് മുഴുവൻ പേരെന്താണ്? രാജഗോപാല ചിദംബരം. ആർ ചിദംബരം അല്ലെങ്കിൽ രാജഗോപാല ചിദംബരം. അന്തരിച്ചപ്പോഴാണ് 2025 ജനുവരി 4-നാണ്. നമുക്കറിയാം ഇപ്പോഴത്തെ ക്വസ്റ്റിന്റെ പാറ്റേൺ ഒക്കെ നമുക്കറിയാം. പ്രസ്താവന തരുമ്പോൾ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട പദവികളൊക്കെ നമുക്ക് തരും അല്ലെ? ഏതാണ്? അപ്പോൾ അദ്ദേഹം എന്താണ്? ഈ ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിന്റെ ഡയറക്ടർ ആയിരുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ എക്സാം ചോദിക്കും 2025 അന്തരിച്ച ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിന്റെ ഡയറക്ടർ ആയിരുന്ന വ്യക്തി ആരാണ്? അല്ലെങ്കിൽ എന്ത് ചോദിക്കാം? ഇന്ത്യയുടെ ആണവോർജ്ജ കമ്മീഷൻ ചെയർമാൻ ആയിരുന്ന വ്യക്തി ആരാണ്? അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ സാങ്കേതിക ഉപദേഷ്ടാവായിരുന്ന വ്യക്തി ആരാണ്? ഇത് 3 പദവികളും വഹിച്ച ആളാണ് ആര്? ആർ ചിദംബരം. ഏതൊക്കെയാണ്? ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ ഡയറക്ടർ, അതുപോലെ ആണവോർജ്ജ കമ്മീഷൻ ചെയർമാൻ, കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ സാങ്കേതിക ഉപദേഷ്ടാവ്. അതുപോലെ തന്നെ നമുക്കറിയാം നമുക്ക് പ്രധാനമായിട്ട് ഇന്ത്യക്ക് 2 ആണവ പരീക്ഷണങ്ങളാണ് അല്ലെ? 2 ആണവ പരീക്ഷണങ്ങളാണ്. ഒന്ന് 74-ലും ഒന്ന് 98-ലും അല്ലെ? ഓപ്പറേഷൻ ശക്തിയൊക്കെ നമ്മൾ പഠിക്കുന്നല്ലോ. 97 ആയത്തോളം ബുദ്ധഞ്ചിരിക്കുന്നു അല്ലെ? ആദ്യത്തെ ബുദ്ധഞ്ചിരിക്കുന്നു. പിന്നെ എന്താണ്? ഓപ്പറേഷൻ ശക്തി. രണ്ടും നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ? അപ്പം എന്താണ്? 74-ലെയും 98-ലെയും ഈ പറഞ്ഞ പൊക്രാനിൽ വെച്ച് നടന്ന ഈ ആണവ പരീക്ഷണങ്ങളിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയും കൂടിയാണ് ആര്? ആർ ചിദംബരം. അദ്ദേഹം 98-ലെ ഈ ആണവ പരീക്ഷണത്തിൽ അദ്ദേഹത്തിന് ഒരു കോഡ് ഉണ്ടല്ലോ. ഇപ്പോൾ കോഡ് നാമൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ്? മേജർ ജനറൽ നടരാജ് എന്ന കോഡ് നാമത്തിൽ അറിയപ്പെട്ട 1990 ചിലപ്പോൾ എക്സാമിന് ഇങ്ങനെ തന്നെ എടുത്തു ചോദിക്കും. എന്താണ്? 1998-ലെ ആണവ പരീക്ഷണത്തിൽ മേജർ ജനറൽ നടരാജ് എന്ന
കോഡ് നാമത്തിൽ അറിയപ്പെട്ട വ്യക്തി ആരാന്ന് വെച്ചാലാണ് ആർ ചിദംബരമാണ്. നമുക്കറിയാമല്ലോ ഈ 98-ലെ ഈ പറഞ്ഞ എന്താണ് ആണവ പരീക്ഷണം നമ്മളെന്താണ് ഈ പൊക്രാനിൽ വെച്ച് ഓപ്പറേഷൻ ശക്തി എന്നാണ് അറിയപ്പെടുന്നത്. 74 എന്താണ് ബുദ്ധൻ ജനിക്കുന്നതാണ്. അതുപോലെ 98-ലെ ഓപ്പറേഷൻ ശക്തിയാണ്. അപ്പോൾ അതിന് പ്രധാനമായിട്ട് നേതൃത്വം വെച്ച വ്യക്തി APJ അബ്ദുൽ കലാം ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ മെയിനായിട്ട് ഉണ്ടായിരുന്ന ഒരാളാണ് ആര് ഈ പറഞ്ഞ ആർ ചിദംബരം. ആരാണ് ആർ ചിദംബരം? ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ. അതുപോലെ തന്നെ എന്താണ് അദ്ദേഹത്തിന് 1975 രാജ്യം എന്ത് കൊടുത്തു? പത്മശ്രീ പുരസ്കാരം കൊടുത്തു. അതുപോലെ 99 പത്മ, അതായത് 98 ഈ പറഞ്ഞ 74 എന്തുകൊണ്ട് കൊടുത്തു വെച്ചാൽ 74 കണക്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. 74 എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഓപ്പറേഷൻ അതായത് സ്മൈലിംഗ് ബുദ്ധ അല്ലെ, ബുദ്ധൻ ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു ആണവ പരീക്ഷണം, ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം പൊക്രാനിൽ വെച്ച് നടന്നു. അതിനുശേഷം അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് 75 എന്ത് കൊടുത്തു? പത്മശ്രീ കൊടുത്തു. പിന്നെ 98 വീണ്ടും രണ്ടാമത്തെ ഓപ്പറേഷൻ ശക്തി എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടന്നു. അപ്പോൾ അതിൻ്റെയും ഭാഗമായിരുന്നു ആര് ഈ പറഞ്ഞ നമ്മുടെ ആർ ചിദംബരം. മേജർ ജനറൽ നടരാജ് എന്ന കോഡ് നാമത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടത് അല്ലേ. അതുകൊണ്ട് തൊട്ടടുത്ത വർഷം അദ്ദേഹത്തിന് 99 എന്ത് കൊടുത്തു? 99 എന്ത് കൊടുത്തു? പത്മവിഭൂഷൺ പുരസ്കാരം കൊടുത്തു. ഏത് പുരസ്കാരം കൊടുത്തു? പത്മവിഭൂഷൺ പുരസ്കാരം കൊടുത്തു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ചാനൽ എന്ത് ചെയ്യുക? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ അഭിപ്രായങ്ങളും കാര്യങ്ങളും നല്ലതാണെങ്കിലും മോശമാണെങ്കിൽ എന്ത് ചെയ്യുക? അത് കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്ത് ചെയ്യുക? ഇതിൻ്റെ നോട്ട്സിനായിട്ട് ഈ ഒരു ഇതിൻ്റെ PDF നോട്ടിനായിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ മതി. ടേൺ ടു സക്സസ് എന്നാണ് ചാനലിൻ്റെ പേര്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇതിൻ്റെ കമൻറ്റിലും എന്ത് ചെയ്തിട്ടുണ്ട്? പിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യുക? ചാനലിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ഓക്കെ. അതുപോലെ തന്നെ നമ്മളൊരു എന്താണ് ഈ ഒരു വരാൻ പോകുന്ന നമുക്കറിയാം 10th മെയിൻസ് എക്സാമിന് മെയിനായിട്ട് വരാനുള്ള എക്സാമുകളാണ് ഇത് എക്സാംസ് ആണ് ഇതൊക്കെ. VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ എന്താണ് ബെഫ്കോ LDC വരാനുണ്ട്. അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGS ഒരുപാട് വേക്കൻസിയുള്ള എക്സാമാണ് ഈ കമ്പനി ബോർഡ് LGS ഒക്കെ. അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു 10th ലെവൽ മെയിൻസിൻ്റെ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓഗസ്റ്റ് 25-ാം തീയതി. അപ്പോൾ ആ ബാച്ചിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം? നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോകാം. ഒരു കാര്യം കൂടി, നമ്മൾ ഈ പുതിയ ബാച്ചിൽ നമ്മൾ മെയിനായിട്ട് ഒരുപാട് ആൾക്കാരുടെ ബാച്ച് ഒന്നുമല്ല, കുറച്ച് ആൾക്കാരുടെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് അവരെ ഫോക്കസ് ചെയ്ത് ഈ ഒരു എക്സാം വരെ ആയിരിക്കും ഇതിൻ്റെ കാലാവധി ഉണ്ടാവുക. അതുപോലെ തന്നെ എന്താണ് മെയിനായിട്ട് നമ്മൾ ഈ പുതിയ SCRT 5 തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള പുതിയ SCRT പോർഷൻസ് അവിടെ കവർ ചെയ്ത് തരും. അതുപോലെ തന്നെ എന്താണ് മെയിനായിട്ട് റിവിഷൻസും കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യും. കാരണം നമ്മൾ പഠിച്ചു പോകുന്ന കാര്യം മറക്കാണ്ടിരിക്കുക എന്നുള്ള കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് റിവിഷൻ കൂടി ഫോക്കസ് ചെയ്ത് ഒരുപാട് മോഡൽ എക്സാംസും അതുപോലെ റിവിഷൻ എക്സാം, വീക്ക്ലി മോഡൽ എക്സാംസും അതുപോലെ തന്നെ റിവിഷൻ എക്സാം ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക? താല്പര്യമില്ലവർ എന്ത് ചെയ്യുക? അത് ജോയിൻ ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള എന്താണ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. അതായത് നമുക്ക് ആ സ്ലൈഡിലോട്ട് പോവാം. അന്താരാഷ്ട്ര ടെസ്റ്റ് ബൗളിങ്ങിൽ ഒരു ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും വലിയ റേറ്റിംഗ് സ്വന്തമാക്കിയ താരം ചോദിച്ചാരാണ്? അതായത് അന്താരാഷ്ട്ര ടെസ്റ്റ് ബൗളിങ്ങിൽ ഒരു ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും വലിയ റേറ്റിംഗ് നേടിയ താരമാണ് ആര്? ജസ്പ്രീത് ബുംറ. അതായത് 1ാം റാങ്ക് അല്ല, ഓരോ റാങ്കും 1ാം റാങ്ക് ആണെങ്കിലും അതിന് റേറ്റിംഗ് ഉണ്ടാവും അല്ലേ. ആ റേറ്റിംഗ് വെച്ചിട്ടാണ് റാങ്ക് ഉണ്ടാക്കുക. അതായത് 907 പോയിന്റ് നേടി ജസ്പ്രീത് ബുംറ തന്നെയാണ് 1ാം റാങ്ക്. അതൊരു ഇന്ത്യൻ താരത്തിന് ഇതുവരെ കിട്ടുന്ന ഏറ്റവും വലിയ റേറ്റിംഗ് ആണ്. അന്താരാഷ്ട്ര ടെസ്റ്റ് ബൗളിംഗ് ഏകദിനം അല്ല പറഞ്ഞ ടെസ്റ്റ് ബൗളിംഗ് ആണ്. ആരാണ്? ജസ്പ്രീത് ബുംറയാണ്. ഒരു ഇന്ത്യക്കാരൻ്റെ ഏറ്റവും മികച്ച പോയിന്റും ഇതന്നെയാണ്. അതുപോലെ ലോകത്തിലെ ഏറ്റവും ഉയർന്ന 17ാമത്തെ റേറ്റിംഗ് കൂടിയാണ് ഓർത്തിരിക്കുക. ഇതിനു മുമ്പ് എന്താണ് ഈ ഒരു റേറ്റിംഗിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ താരം എന്ന് പറഞ്ഞാലാണ് ആർ അശ്വിനാണ്. 904 പോയിന്റുള്ള അശ്വിനായിരുന്നു 2016. അശ്വിൻ പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കണം. അശ്വിൻ ഒരു കറണ്ട് അഫെയർ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 2024 ക്രിക്കറ്റിൽ നിന്ന് എന്ത് ചെയ്ത് വിരമിച്ചത്. അപ്പോൾ ആർ അശ്വിൻ്റെ ഒരു ആത്മകഥ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആത്മകഥൻ്റെ പേരെന്ന് കൊടുത്തിട്ട് ഐ ഹാവ് ദി സ്ട്രീറ്റ്സ് എ കുട്ടി ക്രിക്കറ്റ് സ്റ്റോറി. തമിഴ്നാട് സ്വദേശിയാണ്. ഈ കുട്ടി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ തമിഴ്നാട് ടച്ച് ഓർമ്മ വരും അല്ലേ, തമിഴ് ടച്ച് ഓർമ്മ വരും. അതായത് തമിഴ്നാട് സ്വദേശിയാണ് അദ്ദേഹം. അതാണ് ഐ ഹാവ് ദി സ്ട്രീറ്റ് എ കുട്ടി ക്രിക്കറ്റ് സ്റ്റോറി. ഓർത്തിരിക്കുക, ചോദിക്കാൻ സാധ്യതയുള്ളൊരു ആത്മകഥയാണ്. അതുപോലെ ആർ അശ്വിനുമായിട്ട് ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ ഓർത്തിരിക്കുക. അദ്ദേഹം വിരമിച്ചുകൊണ്ട് ചിലപ്പോൾ മേ ബി പ്രസ്താവനയായിട്ട് ചോദിക്കാം. ഓക്കെ. അദ്ദേഹത്തിന് പത്മശ്രീ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 2025 അദ്ദേഹത്തിന് കറണ്ട് അഫെയർ ആണല്ലേ. 2025 അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം കിട്ടിയായിരുന്നു. അപ്പോൾ എക്സാമിന് ചോദിക്കും 2025 പത്മശ്രീ പുരസ്കാരം നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാന്ന് ചോദിച്ചാലാണ് അത് ആർ അശ്വിനാണ്. ഓക്കെ. അതുപോലെ 2024 അദ്ദേഹം 2024 ലാസ്റ്റാണ് അദ്ദേഹം ചെയ്യുന്നത് ഈ പറഞ്ഞ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് അദ്ദേഹം ചെയ്യുന്നത് വിരമിക്കുന്നത്. അതുപോലെ 3 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പുകളിലും, അതായത് നമുക്കറിയാം 3ാമത്തെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് അടുത്താണ് കഴിഞ്ഞത് അല്ലേ. ദക്ഷിണാഫ്രിക്കയാണ്. 27 വർഷങ്ങൾക്ക് ശേഷം ദക്ഷിണാഫ്രിക്ക വീണ്ടും ഒരു ICCൻ്റെ മേജർ ട്രോഫി നേടിയ ടൂർണമെൻ്റ് ആയിരുന്നു അല്ലേ. ആരെയാണ് പരാജയപ്പെടുത്തിയത്? ഓസ്ട്രേലിയനാണ് ദക്ഷിണാഫ്രിക്ക എന്ത് ചെയ്തത്? പരാജയപ്പെടുത്തുന്നത്. അപ്പം 3ാമത്തെ ടെസ്റ്റ് വേൾഡ്
വേൾഡ് കപ്പാണ്. അതായത് ഈ 3 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും പങ്കെടുക്കുകയും ഇതിൽ 3ലും എന്താണ് 50 വിക്കറ്റിലധികം നേടിയ ഒരേ ഒരു വ്യക്തിയുള്ളൂ. അതാരാണ്? അത് അശ്വിനാണ്. പക്ഷേ 200 ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ 200 വിക്കറ്റ് നേടിയ വ്യക്തി എന്ന് വെച്ചാൽ അത് പാറ്റ് കമ്മിൻസ് ആണ്. ആരാണ്? പാറ്റ് കമ്മിൻസ് ആണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ അതായത് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ്. 537 വിക്കറ്റാണ് ഇതുവരെ ആർക്ക് ലഭിച്ചിട്ടുള്ളത്? അശ്വിന് ലഭിച്ചിട്ടുള്ളത്. അതായത് രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ആരാണ് ആദ്യത്തെ ഇന്ത്യക്കാരൻ ചോദിച്ചാൽ ആരാണത്? അത് അനിൽ കുംബ്ലെയാണ്. ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അനിൽ കുംബ്ലെയാണ്. അദ്ദേഹത്തിന് 619 വിക്കറ്റാണ് ആർക്കുള്ളത്? അനിൽ കുംബ്ലെയ്ക്കുള്ള 619 വിക്കറ്റ് നേടിയ അനിൽ കുംബ്ലെയാണ് എന്ത് ചെയ്യുക? 1ാം സ്ഥാനത്തുള്ളതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ. അതുപോലെ തന്നെ അടുത്തത് എന്താണ്? പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് ഇത് ഓടക്കുഴൽ പുരസ്കാരം അല്ലേ. അപ്പോൾ ഓടക്കുഴൽ പുരസ്കാരം പൊതുവെ ഫെബ്രുവരി 2-ാം തീയതിയാണ്. അതായത് നമ്മുടെ എന്താണ് ജി ശങ്കർ കുറുപ്പിൻ്റെ ജ്ഞാനപീഠം കിട്ടിയ കൃതിയാണ് ഇത്. ഈ പറഞ്ഞ ഓടക്കുഴൽ എന്ന് പറഞ്ഞ കൃതിക്കാണ് 1965 പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം ആർക്ക് ലഭിക്കുന്നത്? ജി ശങ്കർ കുറുപ്പിന് ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആരംഭിച്ച പുരസ്കാരമാണ് ഇത് ഓടക്കുഴൽ പുരസ്കാരം. ഇപ്പം നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ്. ഓക്കെ. അതുപോലെ തന്നെ ഫെബ്രുവരി 2-ാം തീയതിയാണ്. എന്താണ്? ഫെബ്രുവരി 2-ാം തീയതിയാണ് ഈ പുരസ്കാരം എപ്പോഴും എന്ത് ചെയ്യുക? നൽകുക. എപ്പോഴാണ്? ഫെബ്രുവരി 2-ാം തീയതി. അതായത് ഫെബ്രുവരി 2 എന്ന് പറഞ്ഞാൽ ജി ശങ്കർ കുറുപ്പിൻ്റെ എന്താണ്? ജി ശങ്കർ കുറുപ്പിന് എന്താണ്? ചരമ ദിനമാണ്. ജി ശങ്കർ കുറുപ്പിൻ്റെ എന്താണ്? ചരമ ദിനമാണ്. അതുകൊണ്ട് അന്നാണ് ഈ പുരസ്കാരം എന്ത് ചെയ്യുന്നത്? നൽകുന്നത്. ഓക്കെ. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത, അന്നാണ് അദ്ദേഹം മരിച്ചെന്ന് ഓർച്ചു. എപ്പോഴാണ്? 1978 ഫെബ്രുവരി 2-ആണ്. 1978 ഫെബ്രുവരി 2-ആണ്. ഓക്കെ. അപ്പോൾ 2024 54-ാമത് പുരസ്കാരം 2025 ജനുവരിയിലാണ് പ്രഖ്യാപിച്ചത്. 2024 54-ാമത് ഓടക്കുഴൽ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? കെ അരവിന്ദാക്ഷനാണ്. ഗോപ എന്ന് പറഞ്ഞ കൃതിക്കാണ്. കെ അരവിന്ദാക്ഷൻ ഗോപയാണ്. കെ അരവിന്ദാക്ഷൻ ഗോപ. അതുപോലെ 2023 ഈ പുരസ്കാരം ലഭിച്ച PN ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ്. ഒരുപാട് എക്സാമിന് ചോദിച്ചാണ്. ചിലപ്പോൾ കൃതി കണ്ടിട്ട് ചോദിക്കുക, ആരുടെ കൃതിയാണെന്നായിരിക്കും ചിലപ്പോൾ എക്സാമിന് ചോദിക്കുക. എന്താണ്? കവിത മാംസഭോജിയാണ്. 2022 അംബികാസുധൻ മാങ്ങാട് പ്രാണവായു. 2021 സാറാ ജോസഫ് ബുധിനി. അതും കൂടി എന്ത് ചെയ്യുമെന്ന് ഓർത്തിരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സും കൂടി നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കിപ്പോവാം. നമുക്കറിയാം ഈ പുരസ്കാരം നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ്. ഏർപ്പെടുത്തിയ ജി ശങ്കർ കുറുപ്പാണ്. സമ്മാനത്തുക 30,000 രൂപയാണ്. ആരംഭിച്ച വർഷം 1969. സമ്മാനത്തുക എത്രയാണ്? 30,000 രൂപയാണ്. എന്താണ്? ആരംഭിച്ച വർഷം ഏതാണ്? 1969 അതുപോലെ തന്നെ എന്താണ്? പ്രഥമ ജേതാവ് 69 കിട്ടിയതായിരിക്കായിരുന്നു വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണ്. ഏത് കൃതിക്കാണ്? തുളസീദാസ രാമായണം. ഏതാ കൃതി? തുളസീദാസ രാമായണം. അതായത് എന്താണ്? അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നമ്മൾ എന്ത് വിശേഷിപ്പിക്കുന്നത്? വെണ്ണിക്കുളം കേരള തുളസീദാസൻ അല്ലെ. കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്ന ആരാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. രണ്ടാമത് 1970 രണ്ടാമത്തെ പുരസ്കാര ജേതാവാണ് ആരെന്ന് പറഞ്ഞാൽ OV വിജയനാണ്. ആരാണ്? OV വിജയനാണ് അല്ലെ. ഏത് കൃതിക്കാണ്? ഖസാക്കിന്റെ ഇതിഹാസമാണ്. ഖസാക്കിന്റെ ഇതിഹാസം. അതേപോലെ ഓടക്കുഴൽ പുരസ്കാരം നേടിയ പ്രഥമ വനിത ചോദിച്ചാരാണ്? ലളിതാംബിക അന്തർജനാണ്. അഗ്നിസാക്ഷി എന്ന് പറഞ്ഞ കൃതിക്കാണ്. ഇവിടെ തന്നെ ഓർത്തിരിക്കുക 1977 ഇതേ വർഷം ലളിതാംബിക അന്തർജനത്തിന് വേറൊരു പുരസ്കാരം കൂടി ലഭിക്കുന്നുണ്ട്. സെയിം കൃതിക്ക് അഗ്നിസാക്ഷി എന്ന് പറഞ്ഞ കൃതിക്ക് ഏത് പുരസ്കാരമാണ്? അത് വയലാർ പുരസ്കാരമാണ്. പ്രഥമ വയലാർ പുരസ്കാരമാണ്. 1977 ഈ വയലാർ പുരസ്കാരം ആരംഭിക്കുന്നത്. അപ്പോൾ സെയിം വർഷമാണ് 1977 ലളിതാംബിക അന്തർജനത്തിന് പ്രഥമ വയലാർ പുരസ്കാരവും അതേപോലെ ഓടക്കുഴൽ പുരസ്കാരം നേടുന്ന പ്രഥമ വനിത എന്ന ബഹുമതിയും കിട്ടുന്നത്. രണ്ടും കൃതി കൃതി ഏതാണെന്ന് വെച്ചാൽ അഗ്നിസാക്ഷിയാണ് അല്ലേ. അതുപോലെ തന്നെ ഓൾറെഡി എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത്. അതിനുള്ള എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. 2025 പുതുവർഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ ഏതെന്ന് വെച്ചതാണ്? INS സൂറത്ത്, INS വാക്ഷീർ, INS നീലഗിരി അല്ലെ. അതിൽ ലോകത്തിലെ ഏറ്റവും വലിയ മിസൈൽ വേദ കപ്പലാണ് ഇത്? INS സൂറത്ത് എന്ന് പറഞ്ഞത് ഓർത്തിരിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ മിസൈൽ വേദ കപ്പലും കൂടിയാണ് ഇത് INS സൂറത്ത് അല്ലെ. അതുപോലെ INS വാക്ഷീറിന്റെ പ്രത്യേകത മുങ്ങിക്കപ്പൽ പദ്ധതിയിലെ അവസാനത്തെ, അതായത് 6ാമത്തെ മുങ്ങിക്കപ്പലാണ് ഇതെന്ന് പറഞ്ഞാൽ INS വാക്ഷീർ. അത് ഓർത്തിരിക്കുക. INS സൂറത്ത്, വാക്ഷീർ, നീലഗിരി അതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ. ഇത് നമുക്ക് ലാസ്റ്റത്തെ ഒരു സ്ലൈഡിലോട്ട് പോവാം. ഏതാണ്? ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ. അടുത്ത ഏതാണ്? ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ. ഇതും എക്സാമിന് ഓൾറെഡി PYQ ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ബീച്ചുകളാണ് ഏതൊക്കെ? കാപ്പാട് ബീച്ചും അഴീക്കോട് ചാൽ ബീച്ചും. ഏതൊക്കെയാണ്? കാപ്പാട് ബീച്ചും അഴീക്കോട് ചാൽ ബീച്ചും. ഒന്ന് ഓർത്തിരിക്കുക. കാപ്പാട് ബീച്ചും അഴീക്കോട് ചാൽ ബീച്ചും. ഓക്കെ അല്ലേ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച ബീച്ചുകൾക്ക് നൽകുന്ന ഒരു അംഗീകാരമാണ് ഇതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അതായത് പരിസ്ഥിതി സൗഹാർദ്ദപരവും സുരക്ഷിതവും അതുപോലെ ശുദ്ധവുമായ ബീച്ചുകൾക്കാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു പുരസ്കാരം എന്ത് ചെയ്യുന്നത്? നൽകുന്ന ഒരു സംഘടനയുണ്ട്. അതിന്റെ പേരാണ് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ. FEE അല്ലെ. ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ. അതായത് ഡെൻമാർക്ക് ബേസ്ഡ് സംഘടനയായിട്ടുള്ള FEയുടെ എന്താണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ 2020
2025 അത് പ്രഖ്യാപിച്ചത്. ലഭിച്ചായിരിക്കാണ് ഏതൊക്കെയാണ്? കാപ്പാട് ബീച്ചും അഴീക്കോട് ചാൽ ബീച്ചുമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ലഭിച്ചത് എന്താണ്? ചന്ദ്രഭാഗ ബീച്ചിനാണ്. നിലവിൽ ഇന്ത്യയിൽ 12 ചിലയിടത്ത് 13 എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും ബീച്ചുകൾക്കാണ് എന്ത് ചെയ്ത് ഈ പറഞ്ഞ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അതിൽ കേരളത്തിലെ 2 ബീച്ചുകളാണ് ഏതൊക്കെ? കാപ്പാട് ബീച്ചും അഴീക്കോട് ചാൽ ബീച്ചും. റീസെൻ്റ് ആയിട്ട് ലഭിച്ച 2 ബീച്ചുകളാണ് ഈ പറഞ്ഞ ബീച്ചുകൾ.